PSC ഉദ്യോഗാർത്ഥികളെ, നമ്മൾ മുമ്പ് കേരളത്തെക്കുറിച്ചാണ് ക്ലാസ് നമ്മൾ മുമ്പ് ചെയ്തത്. അത് കാണാത്തവർ ഇത് കാണണം. ഇതൊരുപാട് കാര്യങ്ങൾ പറയാതെ മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ച ഭാഗങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മൾ 14 ജില്ലകളെ കുറിച്ചാണ് ഇനി നോക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നോക്കാൻ പോകുന്നത്. നോക്കാം. നമുക്ക് തിരുവനന്തപുരം സ്ഥാപിതമായ വർഷം 1949 ജൂലൈ 1 എന്ത് സ്ഥാപിതമായത്? തിരുവനന്തപുരം. ഇനി എത്ര മുനിസിപ്പാലിറ്റികളുണ്ട് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ? എത്ര ഉണ്ട് മക്കളെ? 4. താലൂക്കുകൾ 6, ബ്ലോക്ക് പഞ്ചായത്തുകൾ 11, ഗ്രാമപഞ്ചായത്തുകളോ 7, നിയമസഭാ മണ്ഡലങ്ങൾ 14, ലോക്സഭാ മണ്ഡലങ്ങൾ 2. അടുത്ത് നോക്കാം. ഇന്ത്യയിലെ നിത്യഹരിത നഗരം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച നഗരം ഏതിനെയാണ്? തിരുവനന്തപുരം. ഇതെല്ലാം മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ മാത്രമാണ്. കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ നദി വാമനപുരം. തെക്കൻ കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന പട്ടണം ബാലരാമപുരം. കേരളത്തിലെ ആദ്യ പോലീസ് IG ആയ ചന്ദ്രശേഖരൻ നായരുടെ പേരിലുള്ള സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നതെവിടെയാണ്? തിരുവനന്തപുരം. ഇത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഒരു സ്റ്റേഡിയം കൂടിയാണ്. ഇത് തിരുവനന്തപുരത്തിലുള്ള ചന്ദ്രശേഖരൻ സ്റ്റേഡിയം എന്ന് പറയുന്നത്. ഇനി ഗോൾഫ് ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. സ്വാമി വിവേകാനന്ദൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ സ്ഥലം കവടിയാർ. കേരളത്തിൽ സർക്കാർ മേഖലയിലെ ആദ്യത്തെ എയർ ആംബുലൻസ് സംവിധാനം നിലവിൽ വന്നത് തിരുവനന്തപുരം 2016. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. ഇന്ത്യൻ റേഡിയോളജിക്കൽ ഇമേജിംഗ് അസോസിയേഷൻ നടത്തിയ സർവേ പ്രകാരം ഇന്ത്യയുടെ സ്തനാർബുദ തലസ്ഥാന എന്ന് പറയപ്പെടുന്ന ഏതാണ്? തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ DBOT ഡിസൈൻ ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ മോഡൽ ഔട്ട്ഡോർ സ്റ്റേഡിയം എവിടെയാണ്? കാര്യവട്ടം. കേരളത്തിൽ ആദ്യ ഫോറസ്റ്റ് മ്യൂസിയം കുളത്തുപുഴ. കേരളത്തിലെ ആദ്യ AI സ്കൂൾ ശാന്തിഗിരി വിദ്യാഭവൻ. സെൻസദ് ആദർശ് ഗ്രാമ യോജനയുടെ ഭാഗമായി MP സുരേഷ് ഗോപി ദത്തെടുത്ത ഗ്രാമം കല്ലിയൂർ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരം. പച്ചത്തുരുത്ത് നിർമ്മിച്ച സംസ്ഥാനത്തെ ആദ്യ പോലീസ് സ്റ്റേഷൻ പാങ്ങോട് പോലീസ് സ്റ്റേഷൻ. കേരളത്തിലെ ആദ്യ പോലീസ് ട്രെയിനിങ് കോളേജ് തൈക്കാട്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ നീന്തൽ സാക്ഷരതാ വിദ്യാലയം അവനെ വഞ്ചേരി ഗവൺമെൻറ് ഹൈസ്കൂൾ. കേരളത്തിൽ ആദ്യമായി മൃഗങ്ങൾക്കു വേണ്ടി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ച സ്ഥലം പാലോട്. കേരളത്തിലെ ആദ്യത്തെ പാരാസൈലിംഗ് നിലവിൽ വന്നത് കോവളം. കേരളത്തിൽ ആദ്യമായി എല്ലാ വിദ്യാലയങ്ങളും ഹരിത വിദ്യാലയങ്ങളാക്കിയ നിയോജക മണ്ഡലം കാട്ടാക്കട. കേരളത്തിൽ ആദ്യമായി ഇലക്ട്രിക് ബസ് സർവീസ് ആരംഭിച്ച നഗരം തിരുവനന്തപുരം. ഇന്ത്യയിൽ 6ാം സ്ഥാനവുമാണ് ആർക്ക്? കേരളത്തിന്. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ നെട്ടുകാൽ തേരി കാട്ടാക്കടയിലുള്ള ജയിലാണ് ആദ്യ തുറന്ന ജയിൽ. കേരളത്തിൽ ഏറ്റവും വലിയ ജയിൽ പൂജപ്പുര സെൻട്രൽ ജയിൽ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽക്കരണ പഞ്ചായത്ത് വെള്ളനാട്. ഇനി നോക്കണേ, സ്ഥാപനങ്ങളും ആസ്ഥാനങ്ങളാണ്. നമ്മുടെ സ്ഥാപനങ്ങളുടെ ആസ്ഥാനങ്ങളും എല്ലാം തിരുവനന്തപുരത്തുള്ള കാര്യങ്ങളാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ PSCയുടെ റീജിയണൽ ക്യാൻസർ സെൻറ്റർ, ഹിന്ദുസ്ഥാൻ ലാറ്റക്സ്, കേരള പോലീസ്, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, സർവ്വവിജ്ഞാന കോശം ഇൻസ്റ്റിറ്റ്യൂട്ട്, വൈലോപ്പിള്ളി സംസ്കൃത ഭവന, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ, കേന്ദ്ര മണ്ണ് പരിശോധന കേന്ദ്രം, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് ശ്രീകാര്യം,
കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് പാളയത്ത്, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തുമ്പ. മക്കൾ നോക്കണേ, ഇതാണ് നമ്മൾ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ച ചോദ്യങ്ങൾ മാത്രമാണ് ഇതിൽ പറയുന്നത്. നോക്കണേ, നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു മാർക്ക് നിങ്ങൾക്ക് ഉപകാരമാണെങ്കിൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് തന്നാൽ വലിയ സന്തോഷമാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മുമ്പോട്ട് പോകാൻ നമുക്കൊരു പ്രചോദനം തരുന്നത് നിങ്ങളുടെ ഈ സബ്സ്ക്രൈബ് മാത്രമാണ്. ഓക്കെ, നമുക്ക് അടുത്ത ജില്ലയുമായിട്ട് എന്ത് ചെയ്യുക, അടുത്ത ക്ലാസ്സിൽ കാണാം.